എവ്രി വൺ വെൽക്കം ബാക്ക്. ഇന്നത്തെ അപ്പോൾ നമ്മുടെ ഓണം സീരീസിലത്തെ ഫസ്റ്റത്തെ വീഡിയോ ഉണ്ടോ. നമ്മളിപ്പോൾ ഇന്നൊരു സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ തവണത്തെ എന്താ പറയുക ഓണം സീരീസിൽ കൂടുതൽ സ്റ്റിച്ചിങ് ആയിരിക്കും കേട്ടോ. മേക്കപ്പ് അങ്ങനെയൊന്നുമില്ല, പിന്നെ ഷോർട്സ് ഉണ്ടാവും അത്യാവശ്യം. ഓക്കെ, സോയാ അപ്പോൾ നമ്മളൊരു സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം 2021 ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിരുന്നു. അതിനെനിക്ക് കുറേ എൻക്വയറീസ് വന്നിരുന്നു കേട്ടോ, എവിടെ നിന്നാന്ന് ചോദിച്ചിട്ട്. അതും ഞാൻ തന്നെ ചെയ്തതാണ്. ഇതാണ് ആ സ്കേർട്ട്. അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇത്തവണയും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പ്രിൻ്റ് ഒന്ന് മാറ്റി പിടിക്കുന്നത്. സാരിയാണ് കേട്ടോ മേടിച്ചത്. ബിക്കോസ് സാരി വെട്ടിത്തുണിയോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ബട്ട് സ്റ്റിൽ മീറ്റർ കിട്ടിയില്ല, തുണി റണ്ണിങ് മെറ്റീരിയൽ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു സാരി തന്നെ എടുക്കാമെന്ന്. ഇതൊരു 6 മീറ്റർ സാരീൻ്റെ വിത്ത് ബ്ലൗസാണ് കേട്ടോ. ഇത് ഫുള്ള് വേണ്ടി വന്നു കേട്ടോ. ഞാൻ ഒരു സ്കേർട്ട്, പാൻറ്റ്, ഒരു ടോപ്പ്, ഇത് 3 കൂടെ അടിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ 4 മടക്കിലിടുക. ആദ്യം ഒരു മടക്കുക, പിന്നെ വീണ്ടും ഒന്ന് സൈഡിലേക്ക് ക്രോസ് ആയിട്ട് മടക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല, ബിക്കോസ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നവർക്കാർക്കൊന്നും മനസ്സിലാവാറില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോയാ അപ്പോൾ നമ്മൾ മറ്റേ സ്കേർട്ടിൻ്റെ അതേ അളവ് എടുക്കാം കേട്ടോ. താഴേക്ക് പ്ലീറ്റ് വെച്ചിട്ടുള്ളത് കാരണം പകുതി വരെയുള്ള അളവേ ഞാൻ എടുക്കണുള്ളൂ. ഫുള്ള് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനും ഏപ്പ് വെക്കേണ്ടി വരും. എൻ്റെ വീട്ടിൽ ചോക്കൊന്നുമില്ല ഗൈസ്. ചോക്കൊക്കെ ഇവിടുത്തെ കിരീട് എടുത്തുകൊണ്ടുപോകും ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ. ആ ഒരു കുഞ്ഞി കഷ്ണം തന്നെ ഞാൻ ഇവിടുത്തെ എങ്ങാണ്ടൊക്കെ തപ്പിയെടുത്തതാണ്. ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന പോലെ സ്കേർട്ടിൻ്റെ തലഭാഗം വെച്ചിട്ട് വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതും വരയ്ക്കാം. അതിങ്ങനെ തലമ വെച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. ഓക്കെ, കണ്ട ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്കിത് മതിയിട്ട ലെങ്ത്ത്. ഈ പഴയ പാവാട ഭയങ്കര ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ ഞാനപ്പോൾ ഇത് കറക്റ്റ് അളവിനെടുത്തിട്ട് താഴേക്കുള്ളത് താഴെ ഞൊറി വെക്കുന്നതില്ലേ അത് കുറച്ചെടുക്കാനാണ് വിചാരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് നീളം കൂടുതലാണ് കേട്ടോ. ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലെങ്ത്ത് ടാപ്പുമ്മൽ അളന്നെടുത്തിട്ട് ആയാലും നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. കണ്ടോ, ഇതേപോലെ സ്കേർട്ടുമ്മ വെച്ച് അളന്നെടുത്തിട്ട് സാരിമേക്ക് വരയ്ക്കാം കേട്ടോ. നിങ്ങളപ്പോൾ വരച്ച് വരുമ്പോൾ ഏതാണ്ട് ഇതേപോലെ ഇരിക്കും. ഇതേപോലെ റൗണ്ടാക്കി വേണം കേട്ടോ വെട്ടാനായിട്ട്. ഓക്കെ, മേലയിലും അതെ ചെറുതായിട്ടൊന്ന് റൗണ്ട്, നേരെയല്ല ഭയങ്കര വളവാകരുത് കേട്ടോ. എന്നിട്ട് അത് വെട്ടിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിന് ലൈനിങ് വേണമെങ്കിൽ ലൈനിങ് ഇടാം കേട്ടോ. ഞാനപ്പോൾ ഇതന്നെ പഴയ ഒരു മുണ്ട് ഉണ്ടായിരുന്നു വീട്ടിൽ, അതെടുത്ത് ലൈനിങ് ഇട്ടു. കുറച്ചുകൂടെ കട്ടിയുള്ളത് ഇടണമായിരിക്കും നല്ലത്. കാരണം ഈ തുണി ഭയങ്കര കട്ടി കുറവാണ്. നിങ്ങൾ കുറച്ച് ഞാനിപ്പോൾ എന്തായാലും ഇത് ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇടുമോ എന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ മെയിനായിട്ട് വീഡിയോയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ തുന്നണത്. അപ്പോൾ ഞാനപ്പോൾ അത് കാരണം ഒരു പഴയൊരു മുണ്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾ കുറച്ചുകൂടെ പിന്നെ റീയൂസ് ചെയ്യാനായിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കട്ടിയുള്ള നല്ലൊരു തുണി എടുത്തിട്ട് ഇടാം കേട്ടോ. എന്നിട്ട് ആ തലഭാഗം അടിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം വെട്ടിയില്ലേ ആ തലഭാഗം അടിക്കുക. എന്നിട്ട് തല അടിച്ചതിന് ശേഷം മാത്രം ഇപ്പം ഞാൻ താഴെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കിതിൻ്റെ മേലയിലാണ് നമ്മൾ 500 വെച്ച് അടിക്കാൻ പോണത്. അപ്പോൾ അത് ഏറ്റർക്കായി നിന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അത് ബുദ്ധിമുട്ടാവും, വൃത്തികേടായിരിക്കും. അപ്പോൾ അത് കാരണം തലഭാഗം അടിച്ചതിന് ശേഷം ലെവൽ ചെയ്തിട്ട് താഴ്ഭാഗം വെട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ താഴേക്ക് ഞൊറി വെക്കാനുള്ള പീസാണ് കേട്ടോ വെട്ടണത്. നിങ്ങളുടെ നീളത്തിനനുസരിച്ച് നിങ്ങൾ വെട്ടാം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരു 5 കഷ്ണം വേണ്ടി വന്നു കേട്ടോ താഴത്തെ ഫുള്ള് ഞൊറി വെക്കാനായിട്ട്. ഇതിൻ്റെ ലെങ്ത്ത് ഒന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ അതൊന്നും അളവെടുത്തിരുന്നില്ല. ഒന്നാമത് ഞാനിങ്ങനെ തുന്നണ വീഡിയോ അധികം എടുക്കാത്തത് കാരണം എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ 5 കഷ്ണം വേണ്ടി വന്നു. ആദ്യം ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഞങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിലും. ഓക്കെ, ശരിക്കും ഇതല്ല കേട്ടോ എൻ്റെ മെഷീൻ. എൻ്റെ ഒരു കറുത്ത മെഷീനാണ്. എനിക്ക് ആ മെഷീനാണ് ഇഷ്ടം. ഈ മെഷീൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇത് ഞാൻ ഓവർലോക്ക് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്നതാണ്. കഷ്ടകാലം നേരത്ത് ആ മെഷീൻ അന്ന് കേടായി രാവിലെ തന്നെ. അപ്പോൾ പിന്നെ ഞാൻ മറ്റേതുണ്ടല്ലോ തലഭാഗമൊക്കെ അടിച്ചത് ആ മെഷീനിലാണ്. അതാണെങ്കിൽ അടിഞ്ഞുമില്ല. അതാണ് എനിക്ക് വീഡിയോ കിട്ടാഞ്ഞത്. ഓക്കെ, അപ്പോൾ പിന്നെ ഞാനിട്ട് ആ 5 പീസും ജോയിൻ ചെയ്തതിന് ശേഷം അത് സ്കേർട്ടിൻ്റെ താഴെ വെച്ചിട്ട് ജോയിൻ ചെയ്യേണ്ടത്. പെട്ടെന്ന് അടിച്ച് കഴിയാൻ പറ്റുന്ന സ്കേർട്ട് കേട്ടോ. ആകെ പണിയുള്ളത് ഈ ഞൊറി വെക്കാനാണ് കേട്ടോ. ഞൊറി വെക്കാനായിട്ട് വെളുപ്പവഴിൻ്റെ വലിയ കാണി ഇട്ടിട്ട് അടിക്കുക. എന്നിട്ട് ഒരു നൂല് വലിക്കുക. വലുതാക്കിയിട്ട് അടിച്ചിട്ട് അതിൽ താഴത്തെയോ മേലത്തെയോ നൂല് വലിച്ചിട്ടുണ്ടെങ്കിൽ നൂല് പൊട്ടാണ്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞൊറി പോലെ വരും. അത് ജസ്റ്റ് സ്കേർട്ടുമ്പോൾ വെച്ചിട്ട് ലെവൽ ചെയ്തിട്ട് അടിച്ചാൽ മതി. പക്ഷേ എനിക്ക് ഈ മെഷീനിൽ എനിക്ക് ഇത് മാറ്റാനും ഇതാക്കാനൊന്നും അറിയില്ല. ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് പോകും. പിന്നെ പണിയാവുമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ മാറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നെടുത്ത് അടിച്ച് കൊടുക്കുന്നത്. കുറേ സമയം എടുക്കുന്നുണ്ടാവും. മറ്റേത് പെട്ടെന്ന് കഴിയും. നല്ല യൂണിഫോം ആയിട്ടുള്ള
യൂണിഫോമിറ്റി ഉള്ള ഞൊറി കിട്ടുന്നുണ്ടോ. ഞൊറി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പട്ടയാണ് വയ്ക്കാൻ പോകണം. പട്ട ഞാൻ ഗോൾഡൻ്റെ പട്ട വയ്ക്കാമെന്നിട്ട് വിചാരിച്ചത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഗോൾഡൻ്റെ പട്ട വെക്കണ്ടായിരുന്നു എന്ന്. കാരണം ഞാൻ താഴെ ആ ഞൊറിയുടെ മേലെ കൂടി ഒരു ഗോൾഡൻ്റെ സ്ട്രാപ്പ് കൂടെ വെക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നീട് അത് പ്രിൻ്റ് ചെയ്ത് വന്നപ്പോൾ അത് ഭംഗി ഉണ്ടായില്ല. അപ്പോൾ അത് കാരണം ഞാൻ വെച്ചില്ല കേട്ടോ. ഗോൾഡൻ്റെ എന്താ പറയുക പട്ട ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. എനിക്ക് മണ്ടത്തരം പറ്റിയാണ്. കുഴപ്പമില്ല, നിങ്ങൾ ഫുള്ള് ഗോൾഡൻ ആക്കിയിട്ടാണ്. ഇപ്പം എനിക്കത് എന്താ പറയുക കുറച്ചുകൂടി ട്രഡീഷണലായിട്ട് തോന്നും ആ ഒരു സ്കേർട്ട്. അല്ലെങ്കിൽ എനിക്കത് മോഡേൺ ആക്കിയിട്ടും സ്റ്റൈൽ ചെയ്യാമായിരുന്നു. ഓക്കെ, നിങ്ങളുടെ കറക്റ്റ് നീളത്തിനുള്ള ഇത് വെട്ടാം. എന്നിട്ട് സൈഡിലുണ്ടല്ലോ നമുക്ക് പാവാടി ഇടാനായിട്ട് കുറച്ച് സ്പേസ് വിടണം. ആ സ്പേസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മടക്കി അടിച്ച് കാണിക്കുന്നത്. അത് 2 സൈഡിലും പൊട്ടപ്പുറത്തേക്ക് മടക്കി അടിക്കുക. ഓക്കെ, അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെട്ടിയ പട്ടയുണ്ടല്ലോ, നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ പൊട്ടപ്പുറത്ത് വെച്ചിട്ട് നല്ല പുറത്തേക്ക് മടക്കി അടിക്കാം, അല്ലെങ്കിൽ നല്ല പുറത്ത് വെച്ചിട്ട് പൊട്ടപ്പുറത്തേക്ക് മടക്കി അടിക്കാം. ഞാൻ പൊട്ടപ്പുറത്ത് വെച്ചിട്ട് നല്ല പുറത്തേക്ക് മടക്കി അടിക്കാറാണ് എപ്പോഴും ചെയ്യാറ്. കാരണം എനിക്ക് അപ്പോഴാണ് എന്താ പറയുക, ഇപ്പം ഞാൻ നല്ല പുറത്ത് വെച്ചിട്ട് പൊട്ടപ്പുറത്തേക്കാണ് മടക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ നല്ല പുറത്ത് അടിപ്പ് വീഴും. ഓക്കെ, അപ്പോൾ അത് വൃത്തികേടായിട്ട് ചില സമയം വരാറുണ്ട്. പക്ഷേ പൊട്ടപ്പുറത്ത് വെച്ചിട്ട് നല്ല പുറത്തേക്കാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് എന്താ പറയുക, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും അടിപ്പ് പോണത്. അപ്പോൾ അതെ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ വെട്ടിക്കളയുക. എൻ്റെ എന്താ പറയുക ലൈനിങ് കുറച്ച് കയറ്റിറക്കാൻ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ സൂക്ഷിച്ചെടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുറച്ച് പഴയ തുണിയായിരുന്നു, അതാണ് നിൽക്കണുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മെഷീനും പിന്നെ പറയണ്ടല്ലോ, കഷ്ടകാലം എല്ലാം കൂടെ ഒന്നിച്ചാണല്ലോ വരാം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഞാൻ ശരിയാക്കി എടുത്തോട്ടെ. ഞാനത് ലെവൽ ചെയ്ത് വെട്ടിയിട്ട് അടിച്ചു കേട്ടോ. പട്ട നല്ല പുറത്തേക്ക് വെച്ചിട്ട് മടക്കി അടിക്കാൻ കേട്ടോ ചെയ്യാം. മടക്കണമെങ്കിൽ മടക്കിയാൽ മതി. ഇപ്പോൾ തുമ്പത്ത് എന്താ പറയുക മറ്റേ ആ തുണിയുടെ ആ ലോക്ക് ഉണ്ടല്ലോ, തുണിയുടെ തുമ്പാണെങ്കിൽ നമ്മൾ മടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് വെറുതെ വെച്ച് അടിച്ചാൽ മതി. ഞാൻ പിന്നെ കുറച്ചുകൂടെ ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ മടക്കി അടിക്കേണ്ടത്. ഇത് പിരിയാണ്ട് നോക്കുക. പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ അലങ്കോലായിട്ട് നിൽക്കുന്നുണ്ട് അരഭാഗം. പിന്നെന്താ, നിങ്ങൾക്ക് വേണമെങ്കിൽ വള്ളി ഇട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അലാസ്റ്റിക് വെക്കണമെങ്കിൽ അലാസ്റ്റിക്കായാലും വെക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ കുറച്ച് ചെറുതാക്കി അടിച്ചേക്കുന്നത് വള്ളി വെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ അലാസ്റ്റിക്കാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അലാസ്റ്റിക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാറ്റി അടിക്കേണ്ടി വരും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് അടിച്ച് കഴിയാനായിട്ട് ഇപ്പം നമ്മൾ താഴ്ഭാഗം ഉണ്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അടിഭാഗം അടിച്ചുകൊണ്ടിരിക്കുകയാണ് മടക്കിയിട്ട്. ഈ ഒരു കാണിയല്ല ഈ കാല് എനിക്ക് അച്ഛൻ കൊണ്ട് തന്നാണ് കേട്ടോ. എവിടെ നിന്നാണെന്നൊന്നും എനിക്കറിയില്ല. ഇത് ശരിക്കും മറ്റേ പാവാട ഇങ്ങനെ അലാസ്റ്റിക് ഇട്ടിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കണതില്ലേ താഴ്ഭാഗം, ആ ഒരു സംഭവമാണ്. പക്ഷേ എനിക്ക് അലാസ്റ്റിക് ഇട്ട് അടിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇതാകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വിട്ടാൽ മതി. അത് തന്നെ ഇങ്ങനെ അടിച്ച് പോക്കോളും. മടക്കണമെന്നില്ല, മടക്കണമെങ്കിൽ മടക്കാം, മടക്കണ്ടെങ്കിൽ മടക്കണ്ട. അപ്പോൾ എന്താ പറയുക തുമ്പ് ഭാഗം ചെറുതായിട്ടൊന്നിങ്ങനെ വളഞ്ഞ് നിൽക്കും. പിന്നെന്താ പെട്ടെന്ന് അടിച്ചും കഴിയും. ഇപ്പോൾ എന്താ പറയുക സ്കേർട്ടായത് കാരണം പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ മടക്കി അടിക്കുമ്പോൾ. ഇതാകുമ്പോൾ ആ ഒരു പേടിയില്ല, കറക്റ്റായിട്ട് പോയിക്കോളും. ഞാൻ എപ്പോഴും അതായിട്ട് തന്നെയാട്ടോടാ. ഈ മെഷീന് വലുതും എൻ്റെ മറ്റേ വേറെ മെഷീൻ പറഞ്ഞില്ല അതിന് ചെറുതും ആട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ സ്കേർട്ടിൻ്റെ ഫൈനൽ റിസൾട്ട്. എനിക്കപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പ്രിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരെണ്ണം ഇടാം കേട്ടോ. ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.